ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലേക്കുള്ള ദൂരം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക ടീമുകളും പതിയെ പതിയെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ സുപ്രധാനമായ മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. കൂടാതെ ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള ഒരു മത്സരം കൂടി അടുത്ത മാസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകൾ ആരാണ്? അതല്ലെങ്കിൽ വേൾഡ് കപ്പിൽ ബ്രസീലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 4 ടീമുകളെയാണ് അദ്ദേഹം ഫേവറേറ്റുകളായിക്കൊണ്ട് പരിഗണിക്കുന്നത്. അതായത് പോർച്ചുഗൽ, സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്. ഈ ടീമുകളായിരിക്കും ബ്രസീലിന് വെല്ലുവിളി സൃഷ്ടിക്കുക എന്നാണ് വിനീഷ്യസ് ജൂനിയറിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിൽ ഒരുപാട് കിരീട ഫേവറേറ്റുകൾ ഉണ്ട്. പോർച്ചുഗൽ, സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്. ഈ ടീമുകളുടെ എല്ലാം പ്ലേയിങ് സ്റ്റൈൽ എനിക്കിഷ്ടമാണ്. ഈ 4 ടീമുകളാണ് ബെസ്റ്റ് ടീമുകൾ. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം കുറച്ച് താരങ്ങളെ മാത്രം മാറ്റിയിട്ടുള്ള ടീമുകളാണ് ഇവർ തന്നെയാണ് കിരീട ഫേവറേറ്റുകൾ. ഇതാണ് വിനീഷ്യസ് ജൂനിയർ തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 4 ടീമുകൾക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ബ്രസീലിന് വേൾഡ് കപ്പ് നേടാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി പലപ്പോഴും വേൾഡ് കപ്പ് നേടുന്നതിനെ കുറിച്ച് തന്നോട് സംസാരിക്കാറുണ്ട്. ബ്രസീലിലെ എല്ലാവരും വിശ്വസിക്കുന്നത് ഇത്തവണത്തെ വേൾഡ് കപ്പ് തങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നൊക്കെയാണ് എന്നുള്ളത് വിനീഷ്യസ് ജൂനിയർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.